ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ നാളത്തെ നല്ലൊരു ഒറിജിനൽ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലിയും അതുപോലെ തന്നെ അർജുനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അഞ്ജലി പറയണ്ട, ആ പാവത്തിന് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാജീവ്. അവക്ക് ഒരു അപ്പച്ചിയുണ്ട്, ആരോരുമില്ലാത്ത ഒരു അപ്പച്ചി. ആ അപ്പച്ചിക്ക് ഒരു കൂര പണിയണം, ആ കൂരയിൽ അപ്പച്ചിയും അവളും സുഖമായിട്ട് ജീവിക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം മാത്രമേ ആ പാവത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൾക്ക് ഈ ഒരു ദുരനുഭവം വന്നല്ലോ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് അർജുൻ പറയുന്നുണ്ട്, എടോ താനിങ്ങനെ കരയല്ലേ, തൻ്റെ ധൈര്യത്തിലാ ഞാനും പിടിച്ചു നിൽക്കുന്നത്. താൻ തളർന്നു പോയാൽ ഞാനും കൂടി തളർന്നു പോവോടോ. നോക്ക്, നമുക്കൊക്കെ ഇത്രയൊക്കെ ആയുസുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂടോ. ആഗ്രഹങ്ങൾ പകുതിയെ കൂടുതൽ പൂർത്തിയാക്കാതെയാണ് പല മനുഷ്യരും മണ്ണിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാ എല്ലാവരുടെ കാര്യവും. ആർക്കും ഇത്ര നാൾ വരെ ആയുസുണ്ടെന്ന് ആർക്കും അങ്ങനത്തെ ഒരു സംഭവം ഇല്ലടോ. നമ്മുടെ ലൈഫ് ജസ്റ്റ് ടെമ്പററി ആണ്. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ലല്ലോ. അങ്ങനെ വിചാരിച്ചു വേണം നമ്മൾ സമാധാനിക്കാനായിട്ട്. ഇന്നിപ്പോ പത്മ പോയെങ്കിൽ നാളെ അത് കഴിഞ്ഞിട്ട് ഞാൻ, അങ്ങനെ നമ്മുടെ കൂടെയുള്ളവർ ഓരോരുത്തർ പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഇത് പത്മ കുറച്ച് നേരത്തെ ആയി പോയി എന്ന് വെച്ചിട്ട് വിഷമം മാത്രമേ ഉള്ളൂ. താൻ വിഷമിക്കേണ്ട. പത്മക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമുക്ക് ചെയ്യണം. ആ ഒരു അപ്പച്ചി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് അവരെ പോയി കാണണം, പറ്റുന്ന പോലെ നമുക്ക് സഹായിക്കണം. വേണം രാജീവ്, അത് നമുക്ക് ചെയ്യണം. പത്മയുടെ എന്താണ് ആത്മശാന്തി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ആത്മാവിനെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ അത് ചെയ്യണം രാജീവ്. ചെയ്യാം എന്ന് പറയാണ്. അതേസമയം നമ്മുടെ ICUവിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അമ്പാടിക്ക് ചെറുതായിട്ട് ഫിക്സ് പോലെ വരുവാട്ടോ. അമ്പാടിക്ക് ഇതിനു മുമ്പ് അങ്ങനത്തെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പത്മ മരിച്ചത് എന്ന് അറിഞ്ഞിട്ടും പത്മ മരിക്കണ ഒരു സംഭവം കണ്ടിട്ടായിരിക്കും അമ്പാടി പെട്ടെന്ന് ഫിക്സ് പോലെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കണം. ആ സമയത്ത് അവിടെ ആരുമില്ല. പെട്ടെന്ന് തന്നെയാണ് അവിടേക്ക് നേഴ്സ് വരുമ്പോൾ ആ കാഴ്ച കാണുന്നത്. അപ്പോഴത്തേക്ക് അയ്യോ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുവാണ്. അപ്പൊ അഞ്ജലിയും അതുപോലെ തന്നെ അർജുനും ഈശ്വരൻ എന്ത് സംഭവിച്ചു അമ്പാടിക്ക്, സിസ്റ്റർ അമ്പാടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ പിന്നെ പറയാം. ഡോക്ടർ വന്നിട്ട് വേഗം തന്നെ പരിശോധിക്കുന്നുണ്ട്. ശേഷം അവരെ സ്റ്റേബിൾ ആക്കുന്നുണ്ട് അമ്പാടിനെ. ശേഷം ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നുണ്ട് അർജുനും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി ചേർന്നിട്ട്, അമ്പാടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആൾക്ക് ചെറിയൊരു ഫിക്സ് വന്നു. ഇതിനു മുമ്പ് ഫിക്സ് വരാത്ത ഒരാളായിരുന്നു അല്ലേ? അർജുൻ പറയണ്ട, അതെ അവന് അങ്ങനത്തെ ഒരു അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ. ചിലപ്പോ ഇതിന്റെ ഒരു ഷോക്കിലായിരിക്കും. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, സ്റ്റേബിൾ ആയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു ഭാരം ഏറിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വരാറുണ്ട്. സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പിന്നെ ആൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ചില ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാനുണ്ട്. സർ, ഡോക്ടർ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ചെയ്യാം. അമ്പാടിനെ ഞങ്ങൾക്ക് പഴയ പോലെ തിരിച്ചു കിട്ടണം. നമുക്ക് ട്രൈ ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. അർജുനും അഞ്ജലിക്കും പിന്നെ വല്ലാതെ വിഷമമാവാട്ടോ. കാരണം അമ്പാടിയും ഈ ഒരു അവസ്ഥയിൽ കിടക്കാണല്ലോ, ബോധവും വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്താ സംഭവിച്ചത് അമ്പാടിക്ക് പറയാനും പറ്റുന്നില്ല. പിന്നെ അമ്പാടിക്കും ഒന്നൊരു കുഴപ്പമില്ല, അത് തിരിച്ചു കിട്ടണമല്ലോ. അപ്പൊ ആ ഒരു ടെൻഷൻ അഞ്ജലിക്കും അർജുനും നന്നായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അഞ്ജലിയുടെ അടുത്ത് അർജുൻ പറഞ്ഞിട്ട്, താനിനി പൊയ്ക്കോടോ, ഇനിയിപ്പോ ഞാനിവിടെ നിന്നോളാം, ഞാൻ നാളെ രാവിലെ വരാം രാജീവ്. ശരി, നാളെ രാവിലെ താമസിച്ചു വന്നാൽ മതി, നേരത്തെ വരണമെന്നില്ല, എനിക്ക് എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പുറപ്പെടുവാട്ടോ. നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ ആര്യയൊക്കെ ഉമ്മറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ആ സമയത്താണ് ഇന്ദിര ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. അയ്യോ, നിന്റെ വിഷമം കണ്ട എന്റെ പൊന്നുമോളെ, നിന്റെ തള്ള ചത്തുപോയിന്ന് വിചാരിക്കുമല്ലേ. എടി ഞാൻ ചത്തിട്ടിടി, നീ ഇങ്ങനെ കരയിലേടി. അമ്മക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു അമ്മേ. എടി ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആ പത്മ പെണ്ണ് ചത്തു അല്ലേ? അശി, നമുക്ക് നാണില്ല ഇങ്ങനെ പറയാനിട്ടെ. എലി ചത്തു, പല്ലി ചത്തു, പാട്ട ചത്തു എന്ന് പറയണ പോലെ പത്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നാണുമില്ലേമേ. അമ്മ ഒരു പെൺകുട്ടിനെ പ്രസവിച്ച അമ്മ തന്നെയാണോ? എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്ക് ഈ ലോകത്ത് സ്നേഹം ഉണ്ടെങ്കിലേ അത് നിന്നോട് മാത്രമേ ഉള്ളൂ. എന്താ അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, പത്മ അമ്മക്ക് ആരെങ്കിലൊക്കെ ആയിരിക്കാം, അമ്മക്ക് ചിലപ്പോൾ ആരും അല്ലായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അഞ്ജലി അവിടേക്ക് വരുവാണ്. അഞ്ജലി ആകെ വിഷമത്തിലായിട്ട് വരുന്നത്. ആരെയാ പറയേണ്ടത്? എനിക്കും ഈ നിൽക്കുന്ന അഞ്ജലിക്കും ഞങ്ങളുടെ കൂടെപ്പിറപ്പാണ് പത്മ, ഞങ്ങളുടെ രണ്ടുപേരുടെ അനിയത്തിയാണ് പത്മ. ഓ പിന്നെ ഭയങ്കര കാര്യമായിപ്പോയി. അല്ലടി പെണ്ണെ, എല്ലാരും ഇവിടെ ദുഃഖാചരണത്തിലാണോ? എന്തെങ്കിലും നണ്ണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഓ, ഈ അമ്മയുടെ ഒരു കാര്യം എന്റെ മുമ്പിൽ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയും. ഓ പിന്നെ നീ കുറെ പറയും. ആ കസ് വീൽ ചെയറിലിട്ട് എന്ത് പറയാനാടി നീ എന്ന് പറഞ്ഞിട്ട് ഇന്ദിര അകത്തേക്ക് കയറി പോവാണ്. ആര്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായി മോളെ പത്മയുടെ കാര്യം? അത് പോസ്റ്റ്മോർട്ടം നാളെ നടക്കുള്ളൂ, നാളെ തന്നെ ഡെഡ് ബോഡി തിരിച്ചു കിട്ടും. ശേഷം എന്ത് ചെയ്യണമെന്നൊന്നും ഒന്നും അറിയില്ല. പത്മക്ക് ഒരു അപ്പച്ചി മാത്രമേ ഉള്ളൂ, അറിയാലോ. അറിയാം. എനിക്കെന്നാലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും പത്മ തിരിച്ചു വരുന്നൊരു തോന്നല മനസ്സില്. പത്മക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, പത്മ തിരിച്ചു വരും എന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നുവാ. അത് കേട്ട് അഞ്ജലി പറഞ്ഞു, ചേച്ചി
എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോ പത്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും അതും കൂടി പോയി നോക്കിയത് ഓർമ്മയുണ്ടോ? അന്നത് പത്മയല്ലായിരുന്നു. അതുപോലെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്നൊക്കെ മനസ്സിലൊരു തോന്നലാ ചേച്ചി. ആ ഡെഡ് ബോഡി ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കായിരുന്നു. പക്ഷെ അത് കാണാൻ പോലത്തെ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അങ്ങനെ കാണാൻ പോലും കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല അത് മനുഷ്യൻ തന്നെയാണോന്ന്. ആ രീതിയിലാ. അതുകൊണ്ട് ഡെഡ് ബോഡി ഒന്നും കാണാൻ ഞാൻ നിന്നില്ല ചേച്ചി. മോളെ, നാളെ പത്മേനെ ഏറ്റെടുക്കാൻ ആരില്ലെങ്കിൽ മോൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. നമുക്ക് നമ്മുടെ ചെറിയ പറമ്പുണ്ടല്ലോ അവിടെ ദഹിപ്പിക്കാം എന്ന് പറയാണ്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ ചേച്ചി എന്ന് അഞ്ജലി പറയാണ്. ഇതെല്ലാം എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു കേട്ടോ. ഇതിന്റെ പുറകിൽ മിക്കവാറും അവളായിരിക്കും, ആ അനുപമ. പിന്നെ കൂടി ആ രാഘവനെ ഉണ്ടാവും. അവൾ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദിര വേഗം തന്നെ ഫോണായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. എന്നിട്ട് അനുപമയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ രാത്രിയാണല്ലോ. അനുപമ ഫോൺ എടുക്കണ്ട്. ഹലോ അപ്പച്ചി, എന്താ അപ്പച്ചി? എന്തുണ്ട് അപ്പച്ചിയുടെ വിശേഷം? എടി പെണ്ണെ, നീ ആ പത്മപ്പെണ്ണിനെ കൊന്നല്ലേ? എന്തു അപ്പച്ചി എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ കൊന്നൂന്നോ? അതേടി, പത്മപ്പെണ്ണി ഇവിടെ വീണ്ടും കേറുന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, അവൾ ഒഴിപ്പിക്കാൻ പറ്റിയൊരു അവസരമാണ്. അവളെ കൊന്നു കളയാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ കൊന്നു കളയോന്നും പറഞ്ഞായിരുന്നല്ലോ. എടി, നീ പറഞ്ഞ പോലെ കാര്യം സാധിച്ചു അല്ലേ? നീ അവസാനം അവളെ കൊന്നു അല്ലേ? അപ്പച്ചി ദേ, ഇങ്ങനത്തെ മേലല ഈ വർത്താനം എന്നോട് പറയല്ലേ കേട്ടോ. ഞാൻ ആ പത്മേനെ കൊന്നോ? ഒന്ന് വെച്ചിട്ട് പോവാ അപ്പച്ചി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് അനുപമ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അഞ്ജലി പുറകിലുണ്ട് കേട്ടോ. അഞ്ജലി ഇന്ദിരയുടെ മുഖത്തേക്ക് നോക്കാണ്. ശേഷം അടുത്തേക്ക് വരുന്നുണ്ട്. നാണുമില്ല നിങ്ങൾക്ക്? അപ്പൊ പത്മ ഇവിടുള്ള കാര്യം, പത്മ തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ കടത്തിയ കാര്യമൊക്കെ നിങ്ങളാണ് അവിടെ വിളിച്ചു പറഞ്ഞേലേ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കഴിയട്ടെ. ഞാനിപ്പോ മാനസികമായിട്ടൊക്കെ തളർന്നിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു വരവുണ്ട് അപ്പച്ചി. നിങ്ങൾക്കത് താങ്ങാൻ സാധിക്കില്ല. പത്മേന്റെ പെങ്ങളാണ്. പെങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടുന്ന തന്നെ ആരെയും വെറുതെ വിടില്ല. നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അകത്ത് കയറി പോവാണ്. ഇന്ദിര മനസ്സിലാക്കേണ്ട, ഈശ്വര ഇവളെങ്ങനെ കോടതി കേട്ടോ എന്ന് വിചാരിക്കണം. അനുപമ ഫോൺ വെച്ചിട്ട് പുറകിലേക്ക് തിരിയുമ്പോഴേക്കും രാഘവനെ അവിടേക്ക് വരുവാട്ടോ. ഈശ്വര, അങ്കിള്. എന്താ അങ്കിളെ? നിന്നെ ഇപ്പൊ ആരാ വിളിച്ചത്? അത് അങ്കിളെ, അത് അപ്പച്ചിയാ, വകയിലൊരു അപ്പച്ചി. എനിക്ക് മനസ്സിലായി. ഇന്ദിര എന്നല്ല നീ പറഞ്ഞത്? ഇന്ദിര അത് ഫോണിൽ സേവ് ചെയ്ത് ഞാൻ കണ്ട്. അതാ രാഘവന്റെ പെങ്ങളല്ലേ? എനിക്കറിയാം. കുഴപ്പമില്ല. അവരൊരു പാഷണത്തിൽ ക്രീമിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ വിവരങ്ങളൊക്കെ നിന്നെ അറിയിക്കണത് അവളാണല്ലേ? അതെ. ഇപ്പൊ അവർക്കും എന്നെ സംശയം, ഞാനാണോ പത്മേനെ കൊന്നേന്ന്. ആ സംശയം എനിക്കും ഉണ്ട് അനുപമേ. പറ മരുമകളെ, നീയാണോ പത്മേനെ കൊന്നത്? അയ്യോ അങ്കിളെ, അങ്കിളെങ്കിലും എന്നെ വിശ്വസിക്കേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും, ആ കാർത്തിക്, അല്ലാതെ ഞാനല്ല അങ്കിളെ എന്ന് അനുപമ പറയണം. ഇതൊക്കെ കേട്ട് രാഘവൻ, എനിക്കെന്നാലും പലരെയും വിശ്വാസമുണ്ട്, വിശ്വാസമില്ലായ്മയുണ്ട്. ഒന്നും നീ, പിന്നെ ആ കാർത്തിക്, പിന്നെ കാവ്യ, പിന്നെ കുറുപ്പ്. അയാളും എന്റെ മുമ്പിൽ അഭിനയിക്കുകയാണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അനുപമ മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്കൊണ്ട് ചില ആൾക്കാരെ സംശയം, അത് നിങ്ങളെയാണ് എന്റെ അമ്മായപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുപമ രാഘവന്റെ മുഖത്തേക്ക് മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.